വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിന്റെ തുടർ നീക്കം എന്താണെന്നാണ് ആകാംക്ഷ. അദാനി MSC ഡീൽ കരാർ ലംഘനമെന്നാണ് വിലയിരുത്തൽ. അനുമതിയില്ലാത്ത ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ നിലപാട് നിർണായകമാണ്. അദാനി ഗ്രൂപ്പിനെ ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. സർക്കാരിനെ കാര്യങ്ങൾ അറിയിക്കാത്ത അദാനി ഗ്രൂപ്പ് കരാർ ഒപ്പിട്ടതിന്റെ പിറ്റേന്ന് തന്നെ സെബിയെ വിവരം അറിയിച്ചു. കത്തിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുന്നു. 49% ഓഹരി MSC ഗ്രൂപ്പിന് കൈമാറിയെന്ന കത്തിൽ പറയുന്നുണ്ട്. അദാനിയുമായുള്ള കരാർ റദ്ദാക്കാൻ വരെ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. അദാനി പോർട്സിനെതിരെ സർക്കാർ നിയമ നടപടിയിലേക്ക് പോകുമോ എന്നതാണ് ആകാംക്ഷ. റോഷിപാലും TV പ്രസാദും വിവരങ്ങളുമായി. ആദ്യം റോഷിപാൽ, ഇന്നലെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ഇപ്പോൾ അദാനി ഗ്രൂപ്പിനോട് അതൃപ്തി അറിയിച്ചിരിക്കുന്നു. സർക്കാർ അറിയാതെ, സർക്കാരിന്റെ ഓണർഷിപ്പിലുള്ളതാണ് ഇത് വിഴിഞ്ഞം പോർട്ട്. അതിൽ സർക്കാർ അറിയാതെ തന്നെ 49% MSCക്ക് നൽകിയിരിക്കുന്ന കരാർ അത് നിയമവിരുദ്ധമാണെന്നാണോ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത്? ആ അതൃപ്തിയിലെ വാചകങ്ങൾ എന്താണ്? ഈ അതൃപ്തി അറിയിച്ചതിനപ്പുറമുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ നീങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ് റോഷിപാൽ? സ്മൃതി, അദാനി പോർട്സ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖത്ത് അവരുടെ ഓഹരി 49% MSC കൈമാറുമ്പോൾ അത് കരാർ പ്രകാരമാണെങ്കിൽ ആദ്യം സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം. പക്ഷെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ തന്നെ സെബിയിലേക്ക് പോയി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും നിയമസഭയിൽ വിഷയം ചർച്ചയായി വിവാദം ആളിക്കത്തുന്നു എന്ന് മനസ്സിലാക്കിയാണ് അന്ന് രാത്രി തിരക്കിട്ട് അദാനി പോർട്സ് മുഖ്യമന്ത്രിക്ക് ഈ ഓഹരി കൈമാറ്റം സംബന്ധിച്ച അനുമതി നൽകണമെന്ന് അപേക്ഷ സമർപ്പിച്ചത്. ഏതായാലും അപേക്ഷയിൽ ഇനി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടി നിർണായകമാകും. ഇന്നലെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മുഖ്യമന്ത്രി VD സതീശൻ അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചിരുന്നു. കാരണം ഉടമ്പടി പ്രകാരമല്ല ഇങ്ങനെ ഒരു ഓഹരി കൈമാറ്റം നടന്നത് എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. അതിന് അദാനി പോർട്സ് മറുപടി മുഖ്യമന്ത്രിക്ക് നൽകുമോ, വിശദീകരണം നൽകുമോ എന്നത് പ്രധാനമാണ്. അതിനൊപ്പം ഉടമ്പടി ലംഘിച്ച സാഹചര്യത്തിൽ, ആ കരാറിലെ കാര്യങ്ങളൊക്കെ ലംഘിച്ച സാഹചര്യത്തിൽ നിയമ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമോ എന്നതും പ്രധാനമായിരിക്കും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അദാനി ഗ്രൂപ്പിന് മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ല എന്ന നിലപാടാണ്. നിയമവിരുദ്ധമായി, ചട്ടവിരുദ്ധമായി അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് എന്ത് നടത്തിയാലും അത് തടയണമെന്ന കർശന നിലപാടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും കേരളം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ആ നിലപാടിലേക്ക് പോയാൽ വിഴിഞ്ഞത്ത് അദാനിയുടെ കരാർ അത് തുലാസിലാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി നിയമ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമോ എന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും. വളരെ വിശദമായി അദാനി പോർട്സിന്റെ അപേക്ഷ പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ശരി, ഇപ്പോൾ സെബിയെ അറിയിച്ചിട്ടുണ്ട്. സെബിയാണ് ആദ്യം അറിയിക്കേണ്ടത് എന്നുള്ളതാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം. TV പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഇപ്പോൾ സെബിയെ ആദ്യം വിവരം അറിയിക്കുന്നു. സെബിയെ അറിയിച്ച് അത് പൊതുജനത്തെ അറിയിച്ച ശേഷമേ സർക്കാരിനെ അറിയിക്കാൻ പാടുള്ളൂ എന്ന ചട്ടമാണ് അദാനി ഗ്രൂപ്പ് അറിയിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്? സ്മൃതി, പൊതുജനങ്ങൾ അറിയാതെ എന്ന് പറയുമ്പോൾ അതിലൊരു കരാർ നിലനിൽക്കുന്നുണ്ട്. അതായത് 25% കൂടുതൽ ഓഹരി വിറ്റഴിക്കുകയാണെങ്കിൽ അതിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്നൊരു ചട്ടം നിലവിലുണ്ട്. അതായത് കരാറിൻ്റെ ഭാഗമാണത്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ടാണ് അദാനിയുടെ കമ്പനി ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം. അതെങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ പരസ്യമായി ചോദിക്കുന്നത്. ഇതേ ഒരു അഭിപ്രായ പ്രകടനം തന്നെയാണ് VD സതീശനും ചോദിക്കുന്നത്. ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെയായാലും കഴിഞ്ഞ ദിവസം നിയമസഭയിലായാലും എന്തായാലും ഇത് സംബന്ധിച്ച് അദാനി ഗ്രൂപ്പിനൊരു ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളതാണ്. അതായത് കേരള സർക്കാരുമായി ഒന്നും ആലോചിക്കാതെ തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാം എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് അദാനി മാറിയത് എങ്ങനെ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം. സ്മൃതി, ഇതിലുള്ളൊരു പ്രശ്നം നോക്കുക, ആ കുറിപ്പ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. സെബിയെ ഓഹരി കൈമാറ്റം അറിയിക്കുമ്പോൾ എന്താണ് അതിൽ പറയുന്നത്? 49% MSCക്ക് നൽകിയിരിക്കുന്നു. ഈ ഓഹരി കൈമാറ്റം നടന്നിരിക്കുന്നു. അത് സർക്കാരിനെ അറിയിക്കുമെന്നാണോ, അറിയിക്കില്ല എന്നോ? എന്താണ് സെബിക്ക് നൽകിയിരുന്ന വാചകങ്ങൾ എന്താണ്? സ്മൃതി, അതിൽ അവ്യക്തതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ സർക്കാർ പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നത്, സർക്കാർ സംവിധാനം അപ്പാടെ പറയുന്നത് സർക്കാർ ഇക്കാര്യം അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. അതിനർത്ഥം സർക്കാരിനെ അറിയിക്കാതെ തന്നെ സെബിയെ അറിയിച്ചുകൊണ്ട് 45%
ഓഹരികൾ കൈമാറുന്നു എന്ന് അദാനി പോർട്സ് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയത്? ആ കരാറിനെ മറികടക്കുന്നതിന് വേണ്ടി എന്ത് ധൈര്യമാണ് അദാനി പോർട്ടിന് കിട്ടിയത്? ഇനിയിപ്പോൾ എന്താണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട് സ്മൃതി, അതായത് LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇവിടെ ഇപ്പോൾ അദാനിയുടെ ഭാഗത്തുനിന്നൊരു വീഴ്ചയുണ്ടായപ്പോൾ അതിനെതിരെ ആർബിട്രേഷൻ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അത് തുടങ്ങുകയും ചെയ്തു. പക്ഷെ പിന്നീട് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു സർക്കാരിന് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. നിയമപരമായ ചില പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ കുടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിലെ നൽകിയിരിക്കുന്ന ഈ കടലാസിൽ പ്രസാദ് ഇതിൽ സർക്കാരിന് ഇടപെടാമെന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്ന വരി കൂടിയാണ്. ദ ട്രാൻസാക്ഷൻ ഈസ് സബ്ജക്ട് ടു കസ്റ്റമറി അപ്രൂവൽസ് ഇൻക്ലൂഡിംഗ് റെഗുലേറ്ററി വൺസ് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് അതിൽ ഇടപെടാമെന്നുള്ള കാര്യം വ്യക്തമാണ്. സെബിക്ക് നൽകിയിരിക്കുന്ന രേഖകൾ കൂടി പുറത്തു വരികയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. റോഷിബാലിലേക്ക് വീണ്ടും. റോഷിബാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചു. നമുക്കറിയാം സഭയിൽ ഈ വിഷയം എത്തുന്നു, പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിക്കുന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് താൻ പത്രവാർത്തയിൽ നിന്നാണ് ഈ വിവരം അറിയുന്നത് എന്നുള്ളതാണ്. അത് ആദ്യം അംഗീകരിച്ച പ്രതിപക്ഷ നേതാവ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. സർക്കാർ അറിയാതെ അങ്ങനെ സംഭവിക്കില്ലല്ലോ, അപ്പോൾ എന്തോ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന രാഷ്ട്രീയ പ്രതികരണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് അതിനുശേഷം KC വേണുഗോപാലിന്റെ പ്രതികരണം വരുന്നുണ്ട്. ഇത് അദാനിക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനമല്ലല്ലോ എന്നായിരുന്നു KC വേണുഗോപാൽ പറഞ്ഞത്. അതിന്റെ ഒരു തുടർ ചലനം സർക്കാരിലേക്ക് ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, അദാനിയുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന നിലപാട്, അതിൽ കൃത്യമായ ഒരു നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് വന്നിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത് റോഷിപാൽ? സ്മൃതി, അങ്ങനെയാണ്. കാരണം കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അദാനി ഗ്രൂപ്പുമായുള്ള അവരോടുള്ള നിലപാട്, ആ ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. അത് BJPയുമായി ബാന്ധവമുള്ള അദാനി ഗ്രൂപ്പ്, BJPക്ക് വേണ്ടി നിരന്തരം ഫണ്ട് ചെയ്യുന്ന അദാനി ഗ്രൂപ്പുമായി ഒരു ഒത്തുതീർപ്പുമില്ലാതെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്, കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ നിലപാട്. അതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് നിയമവിരുദ്ധമായി അദാനി പോർട്സ് എന്തെങ്കിലും ചെയ്താൽ അതിനെ തടയണം, അതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണം എന്നതാണ് നിർദ്ദേശം. നിയമപ്രകാരമാണെങ്കിൽ അതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ, ഉടമ്പടി ലംഘിക്കുകയാണെങ്കിൽ അതിന് കടുത്ത നിലപാടിലേക്ക് പോകണം എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട്. ഒരു വിട്ടുവീഴ്ചയും പറ്റില്ല. കാരണം ഇതിൽ MSC എന്ന കമ്പനിക്ക് അദാനി പോർട്ട് 49% ഓഹരി കൈമാറുമ്പോൾ ഈ വിഴിഞ്ഞം പോർട്ട് സ്വാഭാവികമായും അദാനിയുടെ കൈകളിൽ നേരെ MSCയുടെ ഒരു കുത്തകയായി മാറാനുള്ള സാധ്യതയാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ആ ആശങ്ക കോൺഗ്രസിനകത്തുമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു മത്സര സാധ്യത ഇല്ലാതാകുമെന്നതാണ് വിമർശനം. കാരണം ഈ 49% ഓഹരി പങ്കാളിത്തമുള്ള MSC അവരുടെ കപ്പലുകൾക്ക് മാത്രം അവിടേക്ക് വരാനുള്ള അനുമതി നൽകുകയും മറ്റു പ്രധാനപ്പെട്ട കപ്പൽ കമ്പനികൾക്ക് അവിടേക്ക് ചരക്കിറക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യത, ഒരു അന്താരാഷ്ട്ര ഇടത്ത് ഒരു മത്സര സാധ്യത പൂർണ്ണമായും ഇല്ലാതാകും എന്ന വിമർശനമാണ് ഉയരുന്നത്. അതുകൊണ്ട് കുത്തകയാക്കാൻ MSCയെ അനുവദിക്കരുത്. അതുകൊണ്ടാണ് അദാനിയും MSC കമ്പനിയും തമ്മിലുള്ള ഓഹരി ഇടപാട് അംഗീകരിക്കാൻ പാടില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുന്നത്. അത് നിർദ്ദേശമായി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി VD സതീശന് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടിയുടെ നിലപാട് പ്രകാരം, പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് പ്രകാരം, പക്ഷേ നിയമ പരിശോധന നടത്തിയതിനു ശേഷമാകും അദാനി പോർട്സിന്റെ അപേക്ഷയിൽ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുക. ശരി, ഇത് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം കൂടി ഇതിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. വിദേശ കപ്പൽ കമ്പനിയാണ്, ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ കമ്പനി. പക്ഷേ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം കൂടി അതിൽ ഉൾക്കൊള്ളുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാടും ഇതിൽ പ്രധാനമാണ്. കേന്ദ്രത്തിന്റെ താല്പര്യം ഇതിൽ നന്നായി നിഴലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് വളരെ പ്രധാനമാണ്.